ഹായ് കൂട്ടുകാരെ, നമുക്കൊരു ചക്കപ്പുഴുക്കുണ്ടാക്കിയാലോ. ഞാനാണെങ്കിലേ ചക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കേ, നമ്മളങ്ങനെ ചക്ക അരിഞ്ഞു, ചക്കക്കുരു മാറ്റി വെച്ചു, ചവുണിയെല്ലാം വേറൊരു പാത്രത്തിനകത്തും വെച്ചു. ഇനി നമുക്ക് ചക്ക പുഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കാവേ. ഞാനുണ്ടാക്കുന്ന ചക്കപ്പുഴുക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് വെളുത്തുള്ളി, ഉള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, മുളക്, തേങ്ങ, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ട് വരാവേ. ഞാനുണ്ടല്ലോ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി അതിനുശേഷം ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി അടിച്ചിട്ട് വരാവേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിൽ നിന്നും കുറച്ച് ചക്ക ഞാനാണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതിനകത്തേക്ക് ഇച്ചിരി വെള്ളവും ഇച്ചിരി ഉപ്പും ഇട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാവേ. ചക്കയാണെങ്കിൽ ഞാൻ അടുപ്പത്ത് വെച്ചേ. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കാവേ. നമ്മുടെ ചക്കയുടെ അകത്തുനിന്ന് നന്നായിട്ട് ആവി പൊങ്ങുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ചക്കയൊന്ന് തുറന്ന് നോക്കിയേ, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ടതിന് ശേഷം കാണിക്കാവേ. അരപ്പിട്ടു. ഇനി ഇതിൻ്റെ പൊക്കത്തിലേക്ക് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടാവേ. ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ആവി കയറ്റിയിട്ട് എടുക്കാവേ. നമ്മുടെ അരപ്പ് ഓൾറെഡി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി പാത്രത്തിനകത്തേക്ക് മാറ്റിയതിന് ശേഷം കാണിക്കാവേ. നോക്കിക്കേ കൂട്ടുകാരെ, നമ്മളുടെ ചക്കപ്പുഴുക്ക് റെഡിയായിരിക്കുന്നു. ഞാൻ ഇന്ന് മീൻ വറുത്തതും ചക്കപ്പുഴുക്ക് കൂടിയാണ് കഴിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.